തിന്നാനുണ്ട്? ഇവിടെ കൊറേ പലഹാരങ്ങളും ജ്യൂസും ഒക്കെ ഉണ്ട് തിന്നാനും കുടിക്കാനും. ആഹാ, ഇതൊക്കെ ചേട്ടൻ വിൽക്കാൻ വെച്ചേക്കണോ? എല്ലാ ഇതൊക്കെ ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടി വെച്ചേക്കണതാ. ഓ, ചേട്ടൻ എന്ത് ഭാഗ്യവാനാ. ഇത് മൊത്തം ചേട്ടൻ തിന്നാനോ? എന്തൊക്കെ തരം പലഹാരങ്ങളാ? എടാ പൊട്ടാ, ഇതൊക്കെ ഈ കടയിൽ വന്ന ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി വെച്ചേക്കണതാ. ആഹാ, അത് കൊള്ളാലോ. കടയില് വന്നവർക്ക് തിന്നാൻ വേണ്ടി വെച്ചേക്കണതാണല്ലേ ഈ പലഹാരങ്ങളൊക്കെ. എങ്കിൽ ചേട്ടൻ ഒരു പ്ലേറ്റ് പലഹാരം എടുത്തേ, ഞാനൊന്ന് തിന്നട്ടെ. വിശന്നിട്ട് പാടില്ല. അതിന് നിന്റെ പൈസ ഉണ്ടാ? ഇല്ല ചേട്ടാ. ആ പലഹാരങ്ങൾ വേണമെങ്കിൽ പൈസ വേണ്ടി വരും. ചേട്ടാ, അതെന്താ സാധനം? അത് ജിലേബി. ഈ സാധനം ആളൊരു കുഴപ്പക്കാരനാണല്ലോ. അതെന്താടാ അങ്ങനെ? അത് പിന്നെ ചേട്ടാ, ഇതാകെ കുഴഞ്ഞു മറിഞ്ഞു വളഞ്ഞ് തിരിഞ്ഞു കിടക്കണേണല്ലോ. ആ അതങ്ങനെ ഉണ്ടാക്കണത്. ചേട്ടന്റെ കടയിലെ സാധനമൊക്കെ തിന്നാൻ കൊള്ളുവോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? എൻ്റെ കടയിലെ സാധനമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ അപ്പൂപ്പൻ ഇവിടുന്ന് ജിലേബി മേടിച്ച് കഴിച്ചിട്ട് പുള്ളി പറയണ്ടായിരുന്നു ഉപ്പ് കൂടുതലാന്ന്. ഒന്ന് പോയേടാ ഒന്ന്. 30 കൊല്ലമായി ഞാൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. നാണില്ലല്ലോ ഇത് പറയാൻ. 30 കൊല്ലായി പോലും. എന്നിട്ട് ഈ ജിലേബി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി കറക്കി വളച്ച് ഉണ്ടാക്കാതെ ഇതുവരെ ഒരു ജിലേബി നേരെ ഉണ്ടാക്കാൻ പഠിച്ചില്ലല്ലോ.